നിങ്ങൾ അറിഞ്ഞോ സൗദി അറേബ്യയില് കഫാല സിസ്റ്റം നിർത്തിയാലോ? ഇന്നലെ മിനിയാന്നായിട്ട് കുറെ ഫോൺ നമ്മൾ ഓഫീസിൽ വന്നിട്ടുണ്ട്. സൗദി ഭയങ്കര ഇടങ്ങേറാക്കിയ ചങ്ങായിയാണ്, ഓന്റെ അടുത്ത് നിങ്ങൾക്ക് പോരാനായോ, ഓന്റെ മുഖത്തൊക്കെ ഇക്കാമ വലിച്ചെറിഞ്ഞിട്ട് നമ്മളെ പണി നോക്കാനായോ എന്നൊക്കെ ചോദിച്ച് കുറെ ആൾക്കാർ വിളിച്ചിരുന്നു. ഇപ്പം റീസെന്റ് ഉണ്ടായ അപ്ഡേറ്റ് എന്താ വെച്ചാല് നമ്മളെ കിവയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നത്. ഇത് ഒരുപാട് വളച്ചൊടിച്ചിട്ടാണ് കഫാല സിസ്റ്റം നിന്ന് പറഞ്ഞത്. ശരിക്കും സംഭവിച്ചത് എന്താ വെച്ചാല് കിവ പണ്ട് കോൺട്രാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസം നമ്മൾ വേറെ തനാസിൽ മാറിയില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ഉറൂബാകുമായിരുന്നു. പുതിയ സിസ്റ്റം പ്രകാരം നമ്മളെ ഈ കിവയിലെ കോൺട്രാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു എംപ്ലോയർ അടുത്തേക്ക് പഴയ എംപ്ലോയറെ സമ്മതമില്ലാതെ മാറാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പഴയ സ്പോൺസർ പെർമിഷൻ വേണ്ട, അത് നമ്മളെ കറണ്ട് സ്പോൺസർ പെർമിഷൻ ഇല്ലാതെ തന്നെ നമുക്ക് നാട്ടിലേക്ക് പോവാം. അയാളെ ഇലക്ട്രോണിക്കലി ഒന്ന് നോട്ടിഫൈ ചെയ്താൽ മതി. ഇതാണ് ഇതിന് മെയിൻ വന്ന സത്ത. ബാക്കിയൊക്കെ അതിന്റെ സബായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ വളച്ചൊടിച്ചിട്ടാണ് കഫാല സിസ്റ്റം സൗദിയിൽ നിന്ന് 50 വർഷമായ സാധനം നിന്ന്. പിന്നെ ചില ആൾക്കാരൊക്കെ എന്താണ് മറ്റേ കിലുക്കത്തിൽ ഇന്നസെന്റ് ലോട്ടറി അടിച്ച മാതിരി പിന്നെ കഫീലിന്റെ അടുത്തേക്കൊക്കെ ഇക്കാമ വലിച്ചെറിയാനുള്ളൊക്കെ പിന്നെ മൂഡിലാണ്. അടിച്ച് നിന്റെ മൂന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. അങ്ങനൊന്നും ചെയ്യണ്ട. നമ്മളിപ്പം പഴയ സിസ്റ്റം പോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുക. കാര്യമായിട്ട് വലിയ സംഭവം ഇവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ വരും സമയങ്ങളിൽ സൗദി അറേബ്യയിൽ നല്ല നല്ല മാറ്റങ്ങൾ വരും, അത് ഉറപ്പാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ അതിന് നമുക്ക് സ്വപ്നം കാണാം, അതിന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഉള്ള സിസ്റ്റം പ്രകാരം തന്നെ നമ്മളെ ജോലിക്കും കാര്യങ്ങളൊക്കെ പോവുക. കാരണം ഈ പറഞ്ഞ മാധ്യമങ്ങളൊന്നും നമുക്ക് വീട്ടിലേക്ക് പെണ്ണുകൂട്ടിയൊക്കെ ചെലവിന് തരൂല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്ര മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ അപ്ഡേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും.